In last class, we discussed about properties of addition. ഏതൊക്കെയായിരുന്നു properties പറഞ്ഞേ? First property, we can add two given numbers in any order. Second property, we can add three numbers by grouping them in any order. Third property, when zero is added to a number or a number is added to zero, the sum is the number itself. These are the three properties of addition. Okay, then next we have to study estimating the sum. Next topic is estimating the sum. എന്താ estimation എന്ന് പറഞ്ഞാല്? നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തില്ലേ estimation എന്താന്ന്? ഇല്ലേ? പറഞ്ഞോ? എല്ലാവരും ചോറുന്നതിന്റെ ക്ഷീണത്തിൽ ഇരിക്കുക. ഓക്കെ, അപ്പൊ എസ്റ്റിമേഷൻ എന്ന് വെച്ചാല് എന്താ? ഒരു ഏകദേശ കണക്ക് പറയാം. കറക്റ്റ് ഫിഗർ അല്ലാതെ ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ പറയുന്നതിനാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ റൗണ്ടിങ് ഓഫ് പഠിച്ചിട്ടുണ്ടല്ലോ? പഠിച്ചിട്ടുണ്ടോ? ആരൊക്കെയാ റൗണ്ടിങ് ഓഫ് പഠിക്കാത്തത്? റൗണ്ടിങ് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവന്നിച്ചേ, റൗണ്ടിങ് പഠിക്കാത്തവര്. ആരുമില്ല അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? യെസ്. ദേവാഞ്ജന റൗണ്ടിങ് പഠിച്ചിട്ടുണ്ടോ? ആരോൺ പഠിച്ചതാണോ റൗണ്ടിങ്? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നിയറസ്റ്റ് 10ലേക്കോ നിയറസ്റ്റ് 100ലേക്കോ നിയറസ്റ്റ് 1000ലേക്കോ ഒക്കെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങളുടെ വയസ്സ് ഇപ്പൊ ചോദിച്ചാല് ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചാല് നിങ്ങള് എങ്ങനെ പറയും? ഐ ആം 10 years old എന്നല്ലേ പറയാം? അല്ലെങ്കിൽ ഐ ആം 9 years old അല്ലേ? 9 years old, 10 years old അങ്ങനെ പറയുന്നതിന് പകരം 9 years 4 months 3 days എന്ന് പറയില്ലല്ലോ. കറക്റ്റ് അല്ലല്ലോ പറയാം, റൗണ്ട് ചെയ്തിട്ടല്ലേ പറയാം. ദാറ്റ് ഈസ് എസ്റ്റിമേഷൻ. അപ്പൊ അതിലൊരു എക്സാമ്പിൾ കണ്ടോ നിങ്ങള്? പേജ് നമ്പർ 81. നിങ്ങൾക്ക് വേർഡ് പ്രോബ്ലംസ് ആണ് എസ്റ്റിമേഷനിൽ വരുന്നത്. എസ്റ്റിമേറ്റിംഗ് ദി സം എന്ന് വെച്ചാല് നമ്മൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് എസ്റ്റിമേറ്റിംഗ് ദി സം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ റൗണ്ട് ചെയ്യുന്ന ഒരു ഫിഗറിനെ മാത്രമല്ലേ റൗണ്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ആഡ് ചെയ്തിട്ട് റൗണ്ട് ചെയ്യുന്നു. സോറി, റൗണ്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡിഫറൻസ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നിട്ടുള്ള എല്ലാ ഫിഗേഴ്സിനെയും ആദ്യം നമ്മൾ റൗണ്ട് ചെയ്യും. After that, we find the sum. That is estimation. In the estimation process, first we have to round the given figures. After that, we find the sum. The sum of the rounded figures. Now, round ചെയ്ത ഫിഗേഴ്സിന്റെ സം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. 3 jars containing 68, 82 and 109 toffees were emptied into a big jar. How many toffees are there in the big jar now? Estimate the sum and then find out the actual sum. 3 ജാറുകൾ. ജാർ എന്ന് വെച്ചാൽ എന്താ? കുഞ്ഞു ഭരണി അല്ലേ? 3 ജാറുകളില് കുറച്ച് ടോഫീസ് ഉണ്ട്, കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വണ്ണിൽ 68, സെക്കൻഡ് വണ്ണിൽ 82, തേർഡ് വണ്ണിൽ 109. ഈ 3 ജാറിലെയും ടോഫീസ് നിങ്ങൾ എന്ത് ചെയ്തു? വലിയൊരു ബിഗ് ജാറിലേക്ക് നിങ്ങൾ ഇട്ടു.
മൂന്നെണ്ണം കൂടി മിക്സ് ആക്കിയിട്ട് വലിയൊരു ജാറിലേക്ക് നിങ്ങൾ ഇട്ടു. ആ വലിയ ജാറിൽ എത്ര ടോഫി ഉണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. That is the question. And there is also another question. Find out the actual sum. Estimated sum മാത്രമല്ല actual sum എത്രയാണെന്നും കൂടി find out ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ എങ്ങനെ എസ്റ്റിമേറ്റഡ് സം എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഉള്ള ടോഫീസിന്റെ ഇല്ലേ? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ആദ്യം നമ്മൾ നിയറസ്റ്റ് 10ലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. Solution ഒന്ന് നോക്കിയേ. We round off the numbers to the nearest 10 and add. 68നെ നമ്മൾ ഏതിലേക്ക് റൗണ്ട് ചെയ്യും? 68ന്റെ വൺസിന്റെ പ്ലേസിൽ 8 ആണ് വരുന്നത്. So we have to round up to the greater number, that is to 70. 68ന്റെ വൺസ് നിയറസ്റ്റ് 10ലേക്കല്ലേ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ട് വൺസിന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നത് നോക്കുക. ഇവിടെ 8 ആണ് വൺസിന്റെ പ്ലേസിൽ വരുന്നത്. സോ വി ഹാവ് ടു റൗണ്ട് അപ്പ്. ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ദാറ്റ് ഈസ് റൗണ്ട് അപ്പ് ടു 70. Then next number 82. നെക്സ്റ്റ് ജാറിൽ 82 ടോഫീസ് ഉണ്ട്. ആ ടോഫീസിനെ നിയറസ്റ്റ് 10ലേക്ക് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഇവിടെ വൺസിന്റെ പ്ലേസിൽ 2 അല്ലേ വരുന്നേ? 82ന്റെ വൺസിന്റെ പ്ലേസിൽ 2 ആണ് വരുന്നത്. സോ വി ഹാവ് ടു റൗണ്ട് ഡൗൺ അല്ലേ, ടു ദി നിയറസ്റ്റ് 10, to the smaller number. Then 82 is rounded down to 80. Okay, then in next jar there are 109 toffees. 109 നെ നമ്മൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും? വൺസിന്റെ പ്ലേസിൽ 9 ആണ് വരുന്നത്. So we have to round up to 110. അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്ത ഫിഗേഴ്സ് ഏതൊക്കെയാ? 70, 80, 110. Then find out the sum of the rounded figures. 70 plus 80 plus 110. അതിന്റെ സം എത്ര അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ? It is 260. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന്റെ ആൻസർ പറയും? Thus there are about 260 toffees in the big jar. That is not the correct answer. 260 not the correct answer. So we have to say there are about 260 toffees. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തല്ലേ, ഒരു അപ്രോക്സിമേറ്റ് കണക്കല്ലേ നമ്മൾ പറഞ്ഞേ. So answer should be like this. There are about. Don't forget that word about. There are about 260 toffees in the big jar. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ റൗണ്ട് ഓഫ് ചെയ്തു. അതിനുശേഷം ആ റൗണ്ടഡ് ഫിഗേഴ്സിന്റെ സം കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ദി എസ്റ്റിമേറ്റഡ് സം. ഓക്കെ, don't forget that this is not the actual sum. Then the actual sum is 68 plus 82 plus 109. 68 plus 82 plus 109, it is equal to 259. There is actually 259 toffees in the big jar, but the estimated sum is 260. ശരിക്കും പറഞ്ഞാൽ ആ വലിയ ജാറിൽ 259 ടോഫീസ് ഉണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റ് ഫിഗർ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? about 260 റൗണ്ട് ചെയ്തിട്ട് about 250 toffees in the big jar. ഇതിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ ആക്ച്വൽ സമ്മും എസ്റ്റിമേറ്റഡ് സമ്മും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ഓക്കെ, then take the next page. Estimate the sum by rounding off the numbers to the nearest 10. Then find the actual sum.
ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? എക്സസൈസ് 2.4 A ക്വസ്റ്റ്യൻ. അത് ചെയ്തേണ്ട കാര്യമില്ലല്ലോ. എല്ലാം സിമ്പിൾ നമ്പേഴ്സ് ആണ്. 2 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. സോ ഡു ഇറ്റ് ആസ് ഹോംവർക്ക്. ആദ്യം എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആക്ച്വൽ സം കണ്ടുപിടിക്കാം. ഓക്കെ, തന്നിരിക്കുന്ന നമ്പേഴ്സിനെ രണ്ടിനെയും ആദ്യം റൗണ്ട് ഓഫ് ചെയ്യാം. റൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ആ റൗണ്ടഡ് ഫിഗറിന്റെ സം കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി ദി എസ്റ്റിമേറ്റഡ് സം. ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് ഔട്ട് ദി ആക്ച്വൽ സം. ആദ്യം എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കുക, അതിനുശേഷം ആക്ച്വൽ സം കണ്ടുപിടിക്കുക. ഓക്കെ, നോട്ടിൽ എഴുതി കണ്ടുപിടിച്ചതിന് ശേഷം ടെക്സ്റ്റ് തന്നെ അതിന്റെ ആൻസർ എഴുതുക. ഈ 74 + 88 എന്നുള്ളതിന്റെ നേരെ ഒരു ഈക്വൽ സൈൻ ഇട്ടിട്ട് ആദ്യം എസ്റ്റിമേറ്റഡ് സം എഴുതുക. അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് ആക്ച്വൽ സം എഴുതാം. എന്നിട്ട് ഇതിന്റെ മാത്രം ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. വർക്ക്ഔട്ട് ചെയ്തതിന്റെ നോട്ടിൽ എഴുതിയതിന്റെ ഫോട്ടോ വേണ്ട. ഓക്കെ, മിസ്സിന് ആൻസർ മാത്രം കിട്ടിയാൽ മതി. നോട്ടിൽ ചെയ്ത് നോക്കി ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് ടെക്സ്റ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ട് കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു ഈക്വൽ സൈൻ ഇട്ടിട്ട് ആദ്യം എസ്റ്റിമേറ്റഡ് സമ്മിന്റെ ആൻസർ എഴുതുക. അതിനുശേഷം ആക്ച്വൽ സമ്മിന്റെ ആൻസറും എഴുതുക. എന്റെ ടെക്സ്റ്റിൽ എഴുതിയതിന്റെ മാത്രം ഫോട്ടോ അയച്ചു തന്നാൽ മതി കേട്ടോ. ഓക്കെ, അതിനൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താ പറഞ്ഞു? ആക്ച്വൽ സം എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ സം വെച്ചാൽ സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്നില്ലേ 74 + 88. അതിന്റെ ആൻസർ ആണ് ആക്ച്വൽ സം. അപ്പൊ എസ്റ്റിമേറ്റഡ് സം എന്ന് വെച്ചാൽ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ആ റൗണ്ട് ഓഫ് ചെയ്ത ഫിഗേഴ്സ് ഇല്ലേ, അത് നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എസ്റ്റിമേറ്റഡ് സം. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ബി ക്വസ്റ്റ്യൻ, അത് നമുക്കിപ്പോ ചെയ്യാം. Estimate the sum by rounding off the numbers to the nearest 10. Then find the actual sum. Find the difference. എന്താ ക്വസ്റ്റ്യൻ? ബി ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറയുന്നത്. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കാം. റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് നിയറസ്റ്റ് 10ലേക്ക്. എന്നിട്ട് എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കുക. അതിനുശേഷം ആക്ച്വൽ സമ്മും കണ്ടുപിടിക്കുക. After that, find the difference between estimated sum and actual sum. Estimated sum കണ്ടുപിടിക്കുക, actual sum കണ്ടുപിടിക്കുക. അതിനുശേഷം അതിന്റെ ഡിഫറൻസും കണ്ടുപിടിക്കുക. ഡിഫറൻസ് മീൻസ് ഏതാണോ വലുത് ആ വലുതിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ കിട്ടുന്നതാണ് ഡിഫറൻസ്. ആദ്യത്തെ ഒന്ന് ചെയ്ത് നോക്കിയേ. 824 and 362. ഒരു ബുദ്ധിമുട്ടുമില്ല, ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കാനുള്ള ഫിഗർ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 824 is rounded down to 820. Then nearest 10ലേക്കല്ലേ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 362 is rounded down to 360. റൗണ്ട് ഓഫ് ചെയ്ത ഫിഗേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ റൗണ്ട് ഓഫ് ചെയ്ത ഫിഗേഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് സം എന്ന് പറയുന്നത്. അതിന്റെ സം ഒന്ന് കണ്ടുപിടിച്ചേ. 820യുടെയും 360യുടെയും ടെക്സ്റ്റ് തന്നെ എഴുതിക്കോ. ടെക്സ്റ്റിന്റെ സൈഡിൽ തന്നെ എഴുതി കണ്ടുപിടിച്ചോ. രണ്ടെണ്ണേ ചെയ്യാനുള്ളൂ. കിട്ടിയോ? സൂര്യദേവ് ചെയ്ത് കഴിഞ്ഞോ? നോ, കണക്കൂട്ടുവാണോ?
കിട്ടിയോ? 820 plus 360. ആഗ്നസ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. ആൻഡ്രോസ് കഴിഞ്ഞോ? ആൻഡ്രോസിന് എന്താ ഡൗട്ട്? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയാമോ? ആ പേജ് നമ്പർ 82 ബി ക്വസ്റ്റ്യൻ 824 and 362. അതിന്റെ രണ്ടിന്റെയും എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കുക, ആക്ച്വൽ സമ്മും കണ്ടുപിടിക്കുക. അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം. അതായത് 824 നമ്മൾ 820 റൗണ്ട് ഓഫ് ചെയ്തു, റൗണ്ട് ഡൗൺ ചെയ്തു. 362 360 റൗണ്ട് ഡൗൺ ചെയ്തു. ആ റൗണ്ട് ഡൗൺ ചെയ്ത ഫിഗേഴ്സിന്റെ സം ആണ് എസ്റ്റിമേറ്റഡ് സം. എസ്റ്റിമേറ്റഡ് സം ഈസ് ഈക്വൽ ടു 1180 ആണോ? എസ്റ്റിമേറ്റഡ് സം 1180 ആണോ കിട്ടിയത്? യെസ്. ആരും എന്താ റിപ്ലൈ തരാത്തെ? അൽനക്ക് കിട്ടിയില്ലേ? ഓക്കെ. ദെൻ ആക്ച്വൽ സം ഒന്ന് കണ്ടുപിടിച്ചേ. 824 plus 362 കണ്ടുപിടിച്ചോ? 824 plus 362 ഷമീലിന് കിട്ടിയോ? യെസ്. ഓക്കെ. അല്ല ചെയ്തു കഴിഞ്ഞു. എബിൻ ചെയ്തില്ലേ? യെസ്. ഓക്കെ. ശ്രീദേവ് ചെയ്തു കഴിഞ്ഞു മോനെ? ഓക്കെ. ദേവാഞ്ജന ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതാണോ? പേജ് നമ്പർ 82 എക്സൈസ് 2.4 ബി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തേ. അതില് ആക്ച്വൽ സമ്മിന്റെയും എസ്റ്റിമേറ്റഡ് സമ്മിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ആദ്യം എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കുക, രണ്ടാമത് ആക്ച്വൽ സം കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കേണ്ടത് സ്റ്റെപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. 824 362 ആണ് രണ്ട് നമ്പേഴ്സ്. 824 നമ്മള് എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കാൻ 820 റൗണ്ട് ഡൗൺ ചെയ്തു. 362 360 റൗണ്ട് ഡൗൺ ചെയ്തു. എന്നിട്ട് അതിന്റെ സം കണ്ടുപിടിക്കാം. ആക്ച്വൽ സം എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അതേപോലെ സം കണ്ടുപിടിക്കുന്നതാണ് ആക്ച്വൽ സം എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് ആദ്യം ചെയ്യണം, എന്നിട്ട് അതിന്റെ സം കണ്ടുപിടിക്കും. എനിക്കറിയില്ല. മനസ്സിലായി പക്ഷേ മനസ്സിലായി. ഓക്കെ. എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? എസ്റ്റിമേറ്റഡ് സം 1180, ആക്ച്വൽ സം 824 plus 362 1186 ആണോ? അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എത്രയാ? 1186 നിന്ന് 1180 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? ഡിഫറൻസ് ഈസ് 6 ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ടാമത്തെ. 74 and 88. ഫസ്റ്റ് എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കണം. എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കണമെങ്കിൽ 74 നമ്മള് നിയറസ്റ്റ് 10 ആയ 70 റൗണ്ട് ഡൗൺ ചെയ്തു. 88 നിയറസ്റ്റ് 10 ആയ 90 റൗണ്ട് അപ്പ് ചെയ്തു. Then estimated sum is equal to 70 plus 90. That is equal to എത്രയാ? കിട്ടിയോ?
70 plus 90, 160. 70 plus 90, 160. Then actual sum is equal to 74 plus 88. 74 plus 88, that is equal to 162. 162. Actual sum 162. Estimated sum 160. Appo etra irikkum the difference? 162 minus 160, that is equal to 2. Okay. ഇത് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ദേവാഞ്ജനക്ക് മനസ്സിലായില്ലേ? നോ. ക്രിസ്റ്റി മനസ്സിലായോ? അല്ലക്ക് മനസ്സിലായില്ലേ? എന്തോ പറയാനുണ്ടല്ലോ അല്ലക്ക്. മിസ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നും കൂടെ പറഞ്ഞു തരുമോ? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഏതാ? 824 362 അതാണോ പറഞ്ഞേ? ഓക്കെ, പറഞ്ഞുതരാം. All of you listen here. ഏതൊക്കെയായിരുന്നു നമ്പർ? 8, 24 and 362. ഇതിന്റെ രണ്ടിന്റെയും ആക്ച്വൽ സമ്മിന്റെയും എസ്റ്റിമേറ്റഡ് സമ്മിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതല്ലേ ക്വസ്റ്റ്യൻ? അല്ലേ? ഡോണ്ട് ടച്ച് യുവർ സ്ക്രീൻ. അപ്പൊ ആദ്യം നമ്മള് എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കുന്നു. എസ്റ്റിമേറ്റഡ് സം കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? രണ്ട് നമ്പേഴ്സിനെയും എന്ത് ചെയ്യണം? റൗണ്ട് ഓഫ് ചെയ്യണം അല്ലേ? 824 is നിയറസ്റ്റ് 10ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ സം ബൈ റൗണ്ടിങ് ഓഫ് ദി നമ്പേഴ്സ് ടു ദി നിയറസ്റ്റ് 10. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിയറസ്റ്റ് 10ലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ 824 നമ്മള് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് വൺസിന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നേ? 4 അല്ലേ? വൺസിന്റെ പ്ലേസിൽ 4 വരുമ്പോ നമ്മൾ റൗണ്ട് അപ്പ് ചെയ്യോ റൗണ്ട് ഡൗൺ ചെയ്യോ? റൗണ്ട് ഡൗൺ അല്ലേ ചെയ്യാ? റൗണ്ടഡ് ഡൗൺ. റൗണ്ടഡ് ഡൗൺ ടു ഏതിലേക്കാ റൗണ്ട് ഡൗൺ ചെയ്യുന്നേ? 820. 824 നമ്മള് 820ലേക്ക് റൗണ്ട് ഡൗൺ ചെയ്തു. ഇനി 362 is rounded. ഇവിടെയും എന്താ ചെയ്യണ്ടേ? റൗണ്ട് ഡൗൺ അല്ലേ ചെയ്യണ്ടേ? എന്തുകൊണ്ടാ? വൺസിന്റെ പ്ലേസിൽ 2 അല്ലേ വരുന്നേ? സോ 362 is rounded down to 360. 362ന്റെ നിയറസ്റ്റ് 10 360. Then എസ്റ്റിമേറ്റഡ് സം എന്ന് പറയുന്നത് ഈ റൗണ്ട് ഓഫ് ചെയ്ത നമ്പേഴ്സിലെ ഈ 820 360 ആ രണ്ട് നമ്പേഴ്സിന്റെയും സമ്മിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് സം എന്ന് പറയുന്നത്. നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൗണ്ടിങ് പഠിക്കുന്നത്. മനസ്സിലായോ? നമുക്കിപ്പോ വലിയ ഫിഗേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ എമൗണ്ട് ആയാലും ഡിസ്റ്റൻസ് ആയാലും അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ ഈ കുറെ ഡിജിറ്റുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു എസ്റ്റിമേഷൻ എടുക്കും. അതായത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കും. The finding of approximate value is known as estimation.
നമ്മൾ അപ്രോക്സിമേറ്റ് ആയ ഒരു ഏകദേശമുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഈ എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് തന്നിട്ടുള്ള ഫിഗേഴ്സിനെ തൊട്ടടുത്തുള്ള 10ന്റെയോ 100ന്റെയോ 1000ന്റെയോ 10,000ന്റെയോ മൾട്ടിപ്പിൾസിലേക്ക് മാറ്റി എഴുതുന്നു. നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് എഴുതുന്നു നമ്പറിനെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 824നെ നമ്മൾ 820 എന്നും 362നെ 360 എന്നും മാറ്റി എഴുതി എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടി. ഇനി എസ്റ്റിമേറ്റഡ് സം എന്ന് പറയുന്നത് 820 പ്ലസ് 360. 820 പ്ലസ് 360 അതിന്റെ ആൻസർ 1180. അപ്പൊ നമുക്ക് എസ്റ്റിമേറ്റഡ് സം എത്ര കിട്ടി? 1180. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്ച്വൽ സമ്മും കൂടി കണ്ടുപിടിക്കണം. ആക്ച്വൽ സം എന്ന് വെച്ചാല് നമ്മൾ സാധാരണ രണ്ട് നമ്പേഴ്സ് എന്നാൽ അതിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കുക? അത് രണ്ടും കൂടി ആഡ് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് ദി ആക്ച്വൽ സം. ഹിയർ ഇറ്റ് ഈസ് 824 പ്ലസ് 362. 824ഉം 362ഉം കൂടി സാധാരണ തന്നിരിക്കുന്ന നമ്പേഴ്സ് സാധാരണ പോലെ ആഡ് ചെയ്താല് നമുക്ക് ആക്ച്വൽ സം കിട്ടും. എത്ര ഇതിന്റെ ആക്ച്വൽ സം? 1186. അപ്പൊ നമുക്ക് ആക്ച്വൽ സമ്മും കിട്ടി, എസ്റ്റിമേറ്റഡ് സമ്മും കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ? ഫൈൻഡ് ദ ഡിഫറൻസ്. ഈ ആക്ച്വൽ സമ്മും എസ്റ്റിമേറ്റഡ് സമ്മും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. Then the difference is equal to 1186 minus 1180. That is equal to 6. Clear ആയോ? മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് തരാത്തോണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ട് അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ടൈം തീരാൻ കുറച്ചുകൂടി ഉള്ളൂ. ഇത് അടുത്ത രണ്ട് ക്വസ്റ്റ്യനും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ക്ലാസ് ടൈമിൽ തന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ. പേജ് നമ്പർ 82 എക്സസൈസ് 2.4 എ ക്വസ്റ്റ്യൻ. 6 ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. അതിന്റെ ആൻസർ നോട്ടിൽ വർക്ക്ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. നോട്ടിൽ അതിന്റെ ആക്ച്വൽ സമ്മും എസ്റ്റിമേറ്റഡ് സമ്മും കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ടെക്സ്റ്റിനകത്ത് അതിന്റെ ആൻസർ മാത്രം എഴുതി വെക്കുക. ഈക്വൽ സൈൻ ഇട്ടിട്ട് ആദ്യം എസ്റ്റിമേറ്റഡ് സം എഴുതുക, പിന്നെ ആക്ച്വൽ സം എഴുതാം. എന്താ ദേവാചനക്ക് ഡൗട്ട്? മീൻസ് ഇപ്പൊ ചെയ്ത വർക്കിൽ ആക്ച്വൽ സമ്മിന്റെ ആൻസർ പറഞ്ഞല്ലോ. ആക്ച്വൽ സമ്മിന്റെ ആൻസർ 1186. 1186. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ? ആക്ച്വൽ സമ്മും എസ്റ്റിമേറ്റഡ് സമ്മും കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇപ്പൊ നിയറസ്റ്റ് 10ലേക്കാണ് നമ്മൾ ചെയ്തേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നിയറസ്റ്റ് 100ഉം നിയറസ്റ്റ് 1000ഉം കൂടി ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് ഇത്രയും പോരെ? ഹോംവർക്ക് ആരും മറക്കണ്ട. എല്ലാരും ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യാം. ഒന്നുകിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചാൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിലിടുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ പേര് ആഡ് ചെയ്യാൻ മറക്കരുത്. ഫോട്ടോന്റെ കൂടെ പേരും സബ്ജക്റ്റിന്റെ പേരും എന്തായിട്ടും ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. ലെറ്റ്സ് സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ബൈ.